ഷിസൂസ് കിഡ്സ് വേൾഡ്, a complete kids channel. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇനി നമുക്ക് കുറച്ച് സാഹിത്യകാരന്മാരെ പരിചയപ്പെട്ടാലോ? മലയാള സാഹിത്യത്തിലെ ഭാവനാതീതമായ പ്രതിഭ ശ്രീ MT വാസുദേവൻ നായരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കൂടുതൽ അറിയാൻ പോകുന്നത്. കാലം എനിക്ക് വേണ്ടി കുറച്ച് സമയം നീക്കിവെച്ചു. അതിന് ഞാൻ ആരോടോ കടപ്പെട്ടിരിക്കുന്നു, ആരോടോ നന്ദിയുണ്ട് എനിക്ക്. അത് ഞാൻ എന്നും ഓർമ്മിക്കുന്നതാണ്. അത് എനിക്ക് അനുവദിച്ചു തന്ന കാലത്തിന്, നിയന്താവിന് ഒക്കെ എൻ്റെ നന്ദി. മലയാള സാഹിത്യ ലോകത്ത് ഒരുപാട് തിളക്കമുള്ള പേരുകളുണ്ട്. അതിലൊരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട MT വാസുദേവൻ നായർ. നിങ്ങളെല്ലാവരും MT എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഒരിക്കലെങ്കിലും വായിച്ചിട്ടും ഉണ്ടാവും. MT എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കഥകളും നോവലുകളും സിനിമകളുമൊക്കെ ഓടിയെത്തും. ആരാണ് ഈ MT വാസുദേവൻ നായർ എന്ന് നമുക്ക് നോക്കാം. ജനനവും ബാല്യവും. ശ്രീ MT വാസുദേവൻ നായർ 1933 ഓഗസ്റ്റ് 15 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം നിറയെ പുഴകളും പാടങ്ങളും കാവുകളുമൊക്കെയുള്ള ഗ്രാമീണ ജീവിതമായിരുന്നു. ഈ ഓർമ്മകളാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പല കഥകൾക്കും പ്രചോദനമായത്. സ്കൂൾ പഠനകാലത്ത് തന്നെ MT കഥകൾ എഴുതാൻ തുടങ്ങി. എഴുത്തിൻ്റെ ലോകത്തേക്ക്. പഠനം പൂർത്തിയാക്കിയ ശേഷം MT എഴുത്തിൽ സജീവമായി. അദ്ദേഹത്തിൻ്റെ കഥകളും നോവലുകളും സാധാരണക്കാരുടെ ജീവിതത്തെയും അവരുടെ സ്വപ്നങ്ങളെയും ദുഃഖങ്ങളെയും വളരെ സത്യസന്ധമായി വരച്ചു കാട്ടി. കേരളത്തിലെ നായർ തറവാടുകളിലെ മാറ്റങ്ങളും അവിടുത്തെ ജീവിത രീതികളും അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു പ്രധാന വിഷയമായിരുന്നു. പണ്ടാരോ പറഞ്ഞത് തെറ്റ്, മനുഷ്യൻ തനിച്ചല്ല മരിക്കുന്നത്, ജീവിച്ചിരിക്കുമ്പോഴാണ് അവൻ തനിയെ. ഈ പ്രശസ്തമായ ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ? മലയാളി നെഞ്ചോട് ചേർത്ത സുഹൃതം എന്ന ചലച്ചിത്രത്തിൻ്റെ അവസാന രംഗത്തിനു വേണ്ടി MT എഴുതിയ വരികളാണിത്. ഗംഗ ശാന്തമാണ്, വളരെ നേർത്ത അലകൾ. ഒരു നെടുവീർപ്പിട്ട ശേഷം വിശ്രമിക്കാനൊരുങ്ങുകയാണ്. മരണം ചുറ്റുപാടും നിറയുന്ന കാശിയുടെ പശ്ചാത്തലത്തിൽ MT എഴുതിയ അവസാന നോവൽ വാരണാസിയിലെ മരണത്തിൻ്റെ ഗന്ധമുള്ള വാക്കുകൾ. ഇങ്ങനെ എത്രയെത്ര ആഴമുള്ള വരികൾ. പ്രധാന കൃതികൾ. നാലുകെട്ട്. MTയുടെ ആദ്യ നോവലുകളിൽ ഒന്നാണ് നാലുകെട്ട്. ഇത് അദ്ദേഹത്തിന് വലിയ പ്രശസ്തി നേടിക്കൊടുത്തു. ഒരു പഴയ തറവാട്ടിലെ ജീവിതവും ഒരു കുട്ടിയുടെ വളർച്ചയുമെല്ലാം ഇതിൽ മനോഹരമായി വിവരിക്കുന്നു. രണ്ടാം ഊഴം. മഹാഭാരതത്തിലെ ഭീമന്റെ കാഴ്ചപ്പാടിലൂടെ കഥ പറയുന്ന ഒരു നോവലാണ് രണ്ടാം ഊഴം. ഭീമന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും MTയുടെ തനതായ ശൈലിയിൽ ഇതിൽ അവതരിപ്പിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതികളിൽ ഒന്നാണ്. കാലം, അസുരവിത്ത്, വാനപ്രസ്ഥം ഇവയെല്ലാം MTയുടെ മറ്റ് പ്രധാന നോവലുകളാണ്. ഓരോ നോവലിലും ഓരോ കാലഘട്ടത്തിലെ മനുഷ്യരെയും അവരുടെ ജീവിത പ്രശ്നങ്ങളെയും നമുക്ക് കാണാം. കഥകൾ. ബന്ധനം, കുട്ടിയേടത്തി, സ്വർഗം തുറക്കുന്ന സമയം, ഗോപുര നടയിൽ തുടങ്ങിയ നിരവധി കഥാസമാഹാരങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവ വായിക്കുമ്പോൾ നമ്മൾ ആ കഥാപാത്രങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നത് പോലെ തോന്നും. സിനിമാ ലോകത്ത് MT ഒരു മികച്ച എഴുത്തുകാരൻ മാത്രമല്ല, ഒരു മികച്ച തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പല നോവലുകളും കഥകളും സിനിമകളായിട്ടുണ്ട്. നിർമാല്യം, ബന്ധനം, ഒരു വടക്കൻ വീരഗാഥ, പരിണയം, സതയം, ഒരു യാത്രാന്ത്യം തുടങ്ങിയ നിരവധി സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതുകയും ചിലത് സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ദേശീയ അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പുരസ്കാരങ്ങൾ
എം ടിക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ ഒരുപാട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ സാഹിത്യത്തിലെ ഏറ്റവും വലിയ ബഹുമതിയായ ജ്ഞാനപീഠ പുരസ്കാരമാണ്. 1995 അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. കൂടാതെ പത്മഭൂഷൺ, എഴുത്തച്ഛൻ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി എണ്ണമറ്റ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് എം ടി പ്രധാനപ്പെട്ടവനാകുന്നു? എം ടിയുടെ എഴുത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഭാഷയാണ്. വളരെ ലളിതവും എന്നാൽ മനോഹരമായ ഭാഷയിൽ അദ്ദേഹം ആഴമേറിയ ചിന്തകൾ അവതരിപ്പിച്ചു. മനുഷ്യൻ്റെ മനസ്സിലെ സംഘർഷങ്ങളും വികാരങ്ങളും അദ്ദേഹം അതിമനോഹരമായി കടലാസിലേക്ക് പകർത്തി. കേരളത്തിൻ്റെ ഗ്രാമീണ ജീവിതവും സംസ്കാരവും അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ ലോകമെങ്ങും എത്തി. നമ്മുടെ മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ചയിൽ എം ടി വാസുദേവൻ നായർക്ക് ഒരു വലിയ പങ്കുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നത് നമുക്ക് നല്ലൊരു വായനാനുഭവവും അറിവും നൽകും. എന്തായാലും കൂട്ടുകാർ, ശ്രീ എം ടിയുടെ കഥകൾ ആദ്യം വായിച്ചു തുടങ്ങുക. വായനശാലയിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുക. അടുത്ത ലക്കത്തിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് നേരുന്നു.